ഹലോ ഗുഡൻ ടാഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വവൽസിൻ്റെയും കോൺസണന്റ് സൗണ്ട്സും അടുത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് പഠിച്ചു. അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ നമ്മളൊരു പാരഗ്രാഫിൽ എങ്ങനെയാണ് വായിക്കുക അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാൻ നമുക്ക് നോക്കാം. കൂടാതെ ഇന്ന് തൊട്ട് നമ്മൾ വൊക്കാബ്സും കൂടെ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നതാണ്. സോ ഡെയിലി അത് പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ഡെയിലി അറ്റൻഡ് ചെയ്യുക. ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ഡെമോ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക. ഓക്കെ. Heute gehe ich mit meinem Vater und meiner Mutter in unser Haus in Bayern. So ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. Heute gehe ich mit meinem Vater und meiner Mutter in unser Haus in Bayern. Okay. Next sentence. Die Leute wohnen in schönen Häusern mit einem großen Bau. So നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. Die Leute wohnen in schönen Häusern mit einem großen Bau. In der Schule spielen wir Sport, lesen ein Buch, lernen Deutsch, Philosophie und die Geschichte einer Nation. So നമുക്കിതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. In der Schule spielen wir Sport, lesen ein Buch, lernen Deutsch, Philosophie und die Geschichte einer Nation. Next sentence പറയുന്നത് ഇങ്ങനെയാണ്. An der Ecke steht ein Pferd, eine Katze sitzt auf der Straße und wir trinken Wasser aus einer Quelle und singen zusammen. ഇനി ഒരുമിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. An der Ecke steht ein Pferd, eine Katze sitzt auf der Straße und wir trinken Wasser aus einer Quelle und singen zusammen. സോ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഒരുമിച്ച് ഒന്നും കൂടെ ഈ ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ പറഞ്ഞു നോക്കാം. സോ ഹിയർ ഗോസ്. Heute gehe ich mit meinem Vater und meiner Mutter in unser Haus in Bayern. Die Leute wohnen in schönen Häusern mit einem großen Bau. In der Schule spielen wir Sport, lesen ein Buch, lernen Deutsch, Philosophie und die Geschichte einer Nation. An der Ecke steht ein Pferd, eine Katze sitzt auf der Straße und wir trinken Wasser aus einer Quelle und singen zusammen. So, clear ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് ഒന്നും കൂടെ പറഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷം റീവൈൻഡ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദി ബെഗ്രൂസിംഗ് ആണ്. ബെഗ്രൂസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ്. സോ ജർമ്മനിൽ നമുക്ക് രണ്ട് തരത്തിൽ ഗ്രീറ്റ് ചെയ്യാം ഒരാളെ. ഒന്ന് ഫോർമലിയും മറ്റേത് ഇൻഫോർമലിയും. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക? നമ്മൾ ഒരാളെ ഫോർമലായിട്ടാണോ ഇൻഫോർമലായിട്ടാണോ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അയാളുമായിട്ടുള്ള ബന്ധം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പം ഇൻ കേസ് ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ്, അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ വർക്കിലെ നമുക്ക് വർക്ക് പ്രൊവൈഡർ ആയിക്കോട്ടെ, എംപ്ലോയേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ്, നമുക്കധികം ബന്ധമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള അടുത്ത് നമ്മളിപ്പോഴും റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവരോട് ഫോർമലി മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോർമലി മാത്രമേ നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം ജർമ്മൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാത്തൊരാളെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ ഫോർമലി മാത്രമേ ഗ്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ അതല്ലാതെ നമുക്കിനി നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റൂംമേറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബന്ധമുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള നമുക്ക് കുറച്ചുകൂടെ അടുപ്പമുള്ള, നമുക്ക് കുറച്ചുകൂടെ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻഫോർമലി നമുക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഇൻഫോർമൽ ഫോർമൽ ഗ്രീറ്റിംഗ്സ് വ്യത്യാസം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാഗസൈറ്റ് ബെഗ്രൂസിംഗ് ആണ്. ടാഗസൈറ്റ് ബെഗ്രൂസിംഗ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ദി ഡേ ഗ്രീറ്റ് ചെയ്യുക. നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ പറയാറില്ലേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ. സോ ഇതെങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ പറയുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ, ഗുഡൻ മോർഗൻ. ഗുഡൻ മോർഗൻ എന്നാണ് നമ്മൾ ഗുഡ് മോർണിംഗിന് പറയുന്നത്. ഗുഡ് മോർണിംഗിന് നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിൽ ഗുഡൻ മോർഗൻ എന്നാണ്. ഗുഡൻ മോർഗൻ. ഇനി ഗുഡ് ഈവനിങ് എന്നുള്ളത് നമ്മൾ ജർമ്മനിൽ പറയുന്നത് ഗുഡൻ ആബൻഡ് എന്നായിരിക്കും. ഗുഡൻ ആബൻഡ്. ഇനി നമ്മൾ ഗുഡ് നൈറ്റ് എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക വെച്ചാൽ ഗുഡ് നാറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആദ്യം പറഞ്ഞ രണ്ട് കേസിലും ഈ ഒരു കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് കേസ് നമ്മൾ ഗുട്ടൻ എന്നാണ് പറഞ്ഞത്, ഗുട്ടൻ മോർഗൻ.
ഗുട്ടൻ ആബന്ദ്. മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഗുട്ടേ നാസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം എപ്പോഴും സ്ട്രെസ് ചെയ്ത് നോക്കി ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഒരിക്കലും ഗുട്ടൻ നാസ്റ്റ് എന്ന് പറയില്ല, ഗുട്ടേ നാസ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ടൈം അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലാണ്, നമ്മൾ ജർമ്മനിയിൽ ഒരാളെ ഗ്രീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വിചാരിക്കാം. അപ്പോൾ അവിടെ എത്ര ടൈം ആയി എന്നറിയില്ല, ഇന്ത്യൻ ടൈം ആയിരിക്കില്ലല്ലോ നമുക്ക് ജർമ്മനിയിൽ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ ജർമ്മനിയിലാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോർമലി ഗ്രീറ്റ് ചെയ്യാനാണ് എങ്കിൽ നമുക്ക് ഗുഡ് ഡേ എന്ന് വിഷ് ചെയ്യാൻ പറ്റും. സോ ഈ ഗുഡ് ഡേ നമ്മൾ ജർമ്മനിൽ വിഷ് ചെയ്യുന്നത് ഗുട്ടൻ ടാഗ് എന്നാണ്, ഗുട്ടൻ ടാഗ്. സോ ഈ ഒരു കേസിൽ എപ്പോഴും സ്ട്രെസ് ചെയ്ത് നോക്കുക, ആകെ ഒരു കേസിൽ മാത്രമേ ഗുട്ടേ എന്ന് പറയുള്ളൂ. സോ അത് ഏതാണെന്ന് വെച്ചാൽ ഗുട്ടേ നാസ്റ്റ്, ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഗുട്ടേ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുട്ടൻ മോർഗൻ. ഗുഡ് ഈവനിങ്, ഗുട്ടൻ ആബന്ദ്. ഗുഡ് നൈറ്റ്, ഗുട്ടേ നാസ്റ്റ്. ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു കാര്യങ്ങൾ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്ത ഈ ഒരു ടാഗ് സൈറ്റൻ ഓക്കെ, നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ടൈം ബേസ്ഡ് നമ്മൾ പറയുന്ന ഈ ഒരു ഗ്രീറ്റിംഗ്സ് എല്ലാം നമുക്ക് ഫോർമലിയും ഇൻഫോർമലിയും യൂസ് ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫോർമലി ഇൻഫോർമലി ഇല്ല, നമുക്ക് ഫോർമലി പറയാൻ പറ്റും, ഇൻഫോർമലി നമുക്ക് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. സോ ഇപ്പം നമ്മൾ ടാഗസൈഡ് ബെഗ്രൂസിംഗൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫോർമലി ആയിട്ട് എങ്ങനെ ബെഗ്രൂസിംഗൻ ചെയ്യാമെന്നാണ് പഠിക്കാം. ഓക്കെ, ഇൻഫോർമലി ബെഗ്രൂസിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുട്ടൻ ടാഗ് എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ. സോ ഇപ്പം നമ്മൾ ഹായ് ഹലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. സോ അതെങ്ങനെ നമുക്ക് ജർമ്മനിൽ പറയാൻ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഹലോ. ഹലോ എന്ന് ഇംഗ്ലീഷിൽ പറയാം, നമ്മൾ ജർമ്മനിൽ പറയുന്നത് ഹലോ എന്നാണ് പറയാം. ഹലോ ഓക്കെ, അത് നീട്ടുക. ഓക്കെ, ഹലോ എന്നാണ് പറയാം. ഹലോ നമ്മൾ പറയുന്നത് ഹലോ എന്നാണ് പറയാം. ഇനി നെക്സ്റ്റ് വൺ ഹായ്. ഹായ് എന്നുള്ളത് ഹായ് എന്ന് തന്നെയാണ് പറയുക, പ്രൊനൗൺസിയേഷൻ സെയിം തന്നെയാണ്. ഇനി ഹലോ എന്നുള്ളതിന് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, വേറൊരു സിനോണിം കൂടെ ഉണ്ട്, മൊയിൻ എന്ന് പറയാം. ഓക്കെ, മൊയിൻ, മൊയിൻ. ഓക്കെ, ഹലോയ്ക്ക് ഹലോ എന്നും പറയാം, മൊയിൻ എന്നും പറയാം, ഹായ്ക്ക് ഹായ് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഹലോയ്ക്ക് വേറൊരു സിനോണിം കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് സെർവൂസ്. സെർവൂസ് എന്ന് പറയും. ഓക്കെ, ഈ സെർവൂസിന് ഹലോ എന്നുള്ള മീനിങ് ഉണ്ട്, ഗുഡ് ബൈ എന്നുള്ള മീനിങ് ഉണ്ട്. സെർവൂസ് എന്നാണ് പറയാം, സെർവൂസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂസ് ഗോട്ട്. ഗ്രൂസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ്. നമ്മൾ ഒരാൾ കാണുമ്പോൾ ഗ്രീറ്റിംഗ്സ് ചുമ്മാ ഇങ്ങനെ പറയില്ലേ, നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നതാണ് ഗ്രൂസ് ഗോട്ട്. അങ്ങനെ നമുക്ക് ഇത്രയും ഗ്രീറ്റിംഗ്സ് ആണ് ഇൻഫോർമൽ കേസിലുള്ളത്. സോ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഹലോ ഈസ് ഹലോ. ഓക്കെ, ഹലോ ഈസ് ഹലോ. നെക്സ്റ്റ് വൺ ഈസ് ഹായ്, അത് ഇംഗ്ലീഷിലെ ഹായ്. നെക്സ്റ്റ് വൺ ഈസ് മൊയിൻ. മൊയിൻ ഈസ് സെയിം ആസ് ഹലോ. നെക്സ്റ്റ് വൺ ഈസ് സെർവൂസ്. സെർവൂസിന് രണ്ട് മീനിങ് ഉണ്ട്. ഹലോ എന്നും പറയും നമ്മൾ, ഗുഡ് ബൈ എന്ന് യൂസ് ചെയ്യാനും ഈ സെർവൂസ് യൂസ് ചെയ്യും, സെർവൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂസ് ഗോട്ട്. ഗ്രൂസ് ഗോട്ട് മീനിങ് ഗ്രീറ്റിംഗ്സ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്.